ഹായ്, ഏവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ദാലിലേക്കിലാണ് ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കണം റൂമിൽ നിന്ന്. ഇനി അടുത്ത് പോകാനുള്ളത് സോനാമാർഗിലേക്കാണ്. സോനാമാർഗിലൊന്നും സ്റ്റേ ചെയ്യണില്ല, അവിടുന്ന് നേരെ സോജില്ല പാസ് വഴി കാർഗിലേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് 200 കിലോമീറ്റർ ഉണ്ട് കാർഗിലേക്ക്. പക്ഷേ അത്ര വിചാരിച്ചത്ര എളുപ്പം എത്താൻ പറ്റില്ല. കാരണം സോജില്ല പാസ് എന്ന് പറയുന്നത് തന്നെ ലോകത്തിലെ ഏറ്റവും അപകടമേറിയ വഴികളിലൊന്നാണ്. മെല്ലെ മെല്ലെ പോകാം. പിന്നെ നല്ല തണുപ്പുണ്ട്. തണുപ്പിനൊന്നും ഒരു കുറവില്ല. പാൽഗാമിൽ അത്ര തണുപ്പില്ലെങ്കിലും ഞാൻ അവിടെ ചോദിച്ചു, ഒരു 5 ഡിഗ്രി 6 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ തണുപ്പുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഇന്നലെ ഈ വലിയൊരു ഹൗസ് ബോട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒറ്റയ്ക്ക്. അങ്ങനെ എന്താണെന്നറിയില്ല, ഇന്നലെ ഒരു പേടി സ്വപ്നമൊക്കെ കണ്ടു. ഒരു സമയം നോക്കിയപ്പോൾ സമയം ഏകദേശം ഒരു 1 മണിയായി കാണും. എന്തോ ഒരു ദുസ്വപ്നം കണ്ടിട്ട് എണീറ്റു. അങ്ങനെ പിന്നെ കുറച്ച് നേരം ഉറക്കിട്ടിരുന്നില്ല, ഒരു വല്ലാത്തൊരു സ്വപ്നം. അങ്ങനെ മുറിയിൽ കുറച്ച് നേരം അങ്ങനെ ഉറക്കം വിളിച്ച് ഒരു 5 മിനിറ്റോളം കിടന്നു. എണീറ്റ് കുറച്ച് നേരം ഇങ്ങനെ ചുറ്റും നോക്കി, ലൈറ്റ് ഓൺ ആക്കി. അങ്ങനെ പിന്നെ കാണുന്നത് ഈ ചിത്രമാണ്, ഈ മുന്നിലെ ചിത്രം. ഈ ചിത്രം നല്ല ഭംഗിയുള്ള ചിത്രമാണ്. പക്ഷേ ഇന്നലെ രാത്രി ഇതിൽ നോക്കുമ്പോൾ ഈ ചിത്രമൊക്കെ എന്നെ പേടിപ്പിക്കാം. ഈ ചിത്രമൊക്കെ ഭയങ്കര ഭയാനകമായിട്ട് എനിക്ക് തോന്നിയത്. കൊക്കിൻ്റെ രൂപവും ഈ ചിത്രം നോക്കുമ്പോൾ കൂടുതൽ എന്തൊക്കെ പേടി വരുന്ന പോലെ. കാരണം പേടി സ്വപ്നം കണ്ട പേടിയാണ്. സ്വപ്നം അത്രയും ഭീകരമായൊരു സ്വപ്നമായിരുന്നു. അതുകൊണ്ട് ഞെട്ടിണീറ്റ് നേരെ നോക്കുന്നത് ചിത്രത്തിലേക്ക്. ഇപ്പോൾ കാണുമ്പോൾ കുഴപ്പമില്ല, നല്ല ബ്യൂട്ടിഫുൾ പിക്ചർ. ഇതൊരു പരവതാനിലാണ് ഇതുണ്ടാക്കിയത്. എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് യാത്രയിലേക്ക് വരാം. ഇന്നത്തെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ കാർഗിൽ വരെയുള്ള വിശേഷങ്ങൾ നമുക്കിനി കാണാം. ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കരയിലേക്ക് പോവാണ്. അവിടെ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക്. ആയിരത്തി 200ഓളം ഹൗസ് ബോട്ടുകൾ ഈ ദാൽ ലേക്കിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1200 ഹൗസ് ബോട്ടുകൾ, കിലോമീറ്ററുകളോളം പരന്ന് കിടക്കുന്ന തടാകമാണ് ദാൽ ലേക്ക്. അതുകൊണ്ട് തന്നെ 1200 ബോട്ടുകൾ വലിയ അത്ഭുതപ്പെടാനൊന്നുമില്ല. ശ്രീനഗറിൽ മിക്ക കടകളും അടഞ്ഞിട്ട് കിടക്കുകയാണ്. തെരുവേത്തുള്ള ചെറിയ ചെറിയ തട്ടുകടകളും അത്യാവശ്യം വേണ്ട മെഡിക്കൽ ഷോപ്പുകൾ മാത്രമേ തുറന്ന് പ്രവർത്തിച്ചാൽ കാണുന്നുള്ളൂ. സ്ഥാപനങ്ങളും മറ്റു മാർക്കറ്റുകളും അവധിയായതുകൊണ്ട് തന്നെ റോഡുകളിലും വാഹനങ്ങൾ വളരെ കുറവാണ്.
സോനാമാർഗിൽ നിന്നും കാർഗിലേക്കുള്ള വഴിയിലാണ്. സോനാമാർഗിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. കാരണം ഇനിയിപ്പോൾ സോജില്ല പാസ്സൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം കിട്ടാൻ കുറച്ച് വൈകും. പിന്നെ ദ്രാസിലെത്തിയാലേ ഭക്ഷണം കിട്ടുള്ളൂ. ദ്രാസിലേക്ക് എത്തുമ്പോഴത്തേനും ചിലപ്പോൾ പറയാൻ പറ്റില്ല, സമയം ഒരുപാട് എടുക്കും. സോജില്ല പാസ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ ഒരു വഴിയാണ്. അതിവിടെ ബൈക്ക് ഓടിക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റാണ്, പ്രത്യേക ഇൻട്രസ്റ്റ്. പറ്റേ അത്ര സ്മൂത്തല്ല, മെല്ലെ മെല്ലെ പതിയെ പോകാൻ കഴിയുള്ളൂ. ഭയങ്കര ദുർഘടകമായ പാതയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ ബൈക്ക് ഓടിക്കാൻ തന്നെ. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഞാനൊന്ന് വീണൊക്കെ ചെയ്തു അവിടെ. അന്ന് നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു റോട്ടിൽ. അങ്ങനെ ഒരു മഞ്ഞിലൂടെ മെല്ലെ സ്ലിപ്പായി പേച്ചിട്ടുണ്ട് വീണു. ഭാഗ്യത്തിന് എനിക്കും ബൈക്കിനൊന്നും പറ്റിയില്ല. പിറകിൽ വന്ന ഒരു വണ്ടിക്കാരുണ്ടായിരുന്നു, ജീപ്പ് ഡ്രൈവർ. അയാളുടെ സഹായത്തോടെ ബൈക്ക് നിലത്തുനിന്ന് പൊക്കിയെടുത്ത് ലെവലാക്കി. ഭാഗ്യത്തിനൊന്നും പറ്റില്ല. ഇപ്രാവശ്യം അതുപോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. ഇപ്രാവശ്യം മഞ്ഞ് കുറവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഭാഗത്തൊക്കെ നല്ല മഞ്ഞായിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2018 ഏപ്രിൽ 1 ഇവിടെ എത്തുന്നത്. അന്ന് ഈ ഭാഗത്ത് റോഡ് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഞാൻ ഇവിടെ എത്തുന്നതിൻ്റെ സോനാമാർഗ് എത്തുന്ന 2 ദിവസം മുമ്പാണ് ഈ റോഡ് ഓപ്പൺ ആവുന്നത്. അതിൻ്റെ ഭാഗത്തൊക്കെ നന്നായിട്ട് മഞ്ഞുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്ന സ്ഥലം കാണാൻ. സോജില്ല ചുരത്തിൻ്റെ ദുർഘടകമായ പാതകൾ തുടങ്ങിക്കഴിഞ്ഞു. കുണ്ടും കുഴിയാണ് ഇപ്പോൾ റോട്ടിൽ. നോക്കുമ്പോൾ വെയിൽ കാണുമെങ്കിൽ നല്ല തണുപ്പാണ്. ഫീൽ ചെയ്യുന്നത് നല്ല തണുപ്പാണ്. നല്ല കുത്തി നോക്കുന്ന തണുപ്പുണ്ട്. സോജില്ല പാസിലൂടെ ആവറേജ് ഒരു 20-25 സ്പീഡിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ലെഫ്റ്റ് ഭാഗത്തുള്ള ഈ മലൻ്റെ മേലിൽ നിന്ന് കല്ലുകൾ റോട്ടിലേക്ക് ഏത് സമയം വീഴാൻ സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കണം. നല്ല വളഞ്ഞ റോഡാണ്. വളഞ്ഞതും ഇടുങ്ങിയതുമായ റോഡാണ്. ഒരു സൈഡിലൊന്നുമില്ല, കൊക്ക.
കൊല്ല് വല്ലതും കൂടെ തലമുണ്ടൊക്കെ വീഴാതെ നോക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ മെല്ലെ പോവാം. എന്താണ് വണ്ടികളും നിരനിരായി നിൽക്കുന്നു? സംതിങ് ടെറിബിൾ ഹാപ്പൻ. ബ്ലോക്ക് തന്നെ പ്രശ്നം. ചളി പിളി ആകെ റോഡ് തന്നല്ലേ തന്നല്ലേ. അയ്യോ, വണ്ടിൻ്റെ മേലെ ഇരുന്നിട്ടല്ല എല്ലാവരും സംഘം ചേർന്ന് ഭക്ഷണം കഴിക്കണേ. ബ്ലോക്കൊന്നുമില്ലല്ലേ? ആക്ച്വലി എന്താ പ്രശ്നം? റോഡൊക്കെ നല്ല പായസം പോലെ ആയിരിക്കുന്നു. ബൈക്ക് എടുത്ത് പാടത്തേക്ക് ഇറങ്ങിയ പോലെ. ബൈക്കായത് നന്നായി, അല്ലെങ്കിൽ കെടുത്താൻ കെടുക്കണ്ട ഇവിടെ. പോത്ത് തമിഴ്നാട് കേരള റൈഡേഴ്സ് ആരും നീങ്ങില്ല. എന്താ അവസ്ഥ? ബോംബോ? ആ ആ സോജില്ലയിലൂടെ പോകുന്ന വഴി ഇവിടെ ബ്ലോക്കായുണ്ട്. ഇവിടെ പാറ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ബോംബിട്ട പൊട്ടിക്കുന്നത്. അപ്പോൾ അത് റോഡിലേക്ക് വീണിട്ട് അതുവഴി പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് വാഹനങ്ങളൊക്കെ. വാഹനങ്ങളവിടെ നിരന്ന് കിടക്കുന്നത്. പിന്നെ മലയാളീസായ വേറെയും കുറേ റൈഡേഴ്സ് ഉണ്ട്. കൊച്ചിയിൽ നിന്നുള്ള കുറച്ച് റൈഡേഴ്സ് ഉണ്ട്, പാലക്കാട് നിന്നുള്ള റൈഡേഴ്സ് ഉണ്ട്. ഇത് കൊച്ചിയിൽ നിന്നുള്ള വിഷ്ണു, ഇതൊക്കെ മലയാളീസാണ്. ആബി, ഹരി,
आज तक कश्मीर को मोदी ने इतना लूटा था, अभी क्या है 10 को से पता क्या दिया, थोड़ा दिया मोदी ने, किसका कर दिया. പിന്നെ ഒരു മാരക റൈഡർ വേറുണ്ട്. इधर वो अपने പേര് തങ്കരാജ് തമിഴ്നാട് നിന്ന് വന്നാണ്. എங்கே പോരാ? വികലാംഗനാണ്. എന്നാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ആളെല്ലാം കരുത്തായിട്ട് റൈഡിന് ഇറങ്ങിയിട്ടുണ്ട്. ഫുൾ സെറ്റപ്പിൽ. രണ്ട് മണിക്കൂർ ഈ പാറവട്ടിക്കൊണ്ട് കട്ട പോസ്റ്റ് ചെയ്യുന്നു. 2 മണിക്കൂർ. ഇപ്പോൾ ഇതാ വണ്ടി വിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ കേരള റൈഡേഴ്സും ബാക്കിയുള്ളവരൊക്കെ ഉണ്ട്. കുറേ റൈഡേഴ്സ് ഉണ്ട്. കേരളത്തിൽ നിന്നുള്ള കുറച്ച് പിള്ളേരുണ്ട്, പിന്നെ മുംബൈയിൽ നിന്നുള്ള ഒരാളുണ്ട്. എന്തായാലും ഇതിൽ അടിച്ച് വിട്ട് പോക്കൊന്നും നടക്കില്ല. മെല്ലെ ഇഴഞ്ഞേ പോകാൻ പറ്റുള്ളൂ. റോഡ് നല്ല ചെളി പായസം പോലെ കിടക്കുന്നുണ്ട്. ഇവിടെ ആയിരുന്നു പാറ പൊട്ടിച്ചിരുന്നത് ഈ സ്ഥലം. ഈ ഭാഗത്ത് റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് റോഡ് വീതി കുറഞ്ഞുകൊണ്ടാണ് പാറ പൊട്ടിക്കാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഇതാ പോണ് ബൈക്ക് റൈഡേഴ്സ്. ഒരു 4-5 ബൈക്കുണ്ട് മൊത്തം. പാലക്കാടുള്ളവരും എറണാകുളത്തുള്ള. നേരത്തെ അവിടെ പാറ പൊട്ടിക്കുന്നവിടെ ബ്ലോക്ക് ആയപ്പോൾ പരിചയപ്പെട്ടില്ല. ആ ടീംസാണ്. നല്ല സെറ്റാണ് എല്ലാവരും. അപ്പോൾ ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് കോഴിമുട്ട പുഴുങ്ങിയത് കഴിച്ചിട്ട് വീണ്ടും യാത്ര തുടങ്ങിയതാണ്. ഇനി അടുത്ത് ദ്രാസാണ്. ഇവിടുന്ന് 25 കിലോമീറ്റർ പറഞ്ഞാൽ ദ്രാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ദ്രാസ് എന്ന് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും അധികം തണുപ്പുള്ള ജനവാസ കേന്ദ്രങ്ങളിൽ 2ാം സ്ഥാനമാണ് ദ്രാസിന്. ദ്രാസ് കഴിഞ്ഞ് നേരെ കാർഗിലാണ് ഇന്നത്തെ സ്റ്റേ. ഈ ഒരു ഭൂപ്രകൃതിയിലൂടെ ബൈക്കിലിങ്ങനെ റൈഡേഴ്സ് പോണെ കാണുമ്പോൾ തന്നെ എന്താ ഒരു ഫീൽ എന്നറിയാം. നല്ല കർവ്സ്, നല്ല വളഞ്ഞ റോഡാണ്. ആ റോഡിലൂടെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതാണ് ദ്രാസ്, സെക്കൻഡ് ലാർജസ്റ്റ് കോൾഡ് ഹാബിറ്റേറ്റ് ഇൻ ദ വേൾഡ്. ഇവിടെ ശരിക്കും ടെമ്പറേച്ചർ -40 -60 എത്തിയിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്.
ഇപ്പോൾ കാർഗിലേക്ക് അടുക്കാനായിട്ടുണ്ട്. ഞാൻ പോകുന്ന വഴിയുടെ ഇടതുഭാഗത്ത് കാണുന്ന മലയല്ലേ, അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലം പാകിസ്ഥാൻ പ്രവിശ്യയിലുള്ള കാശ്മീരാണ്. കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയാണ് നാഷണൽ ഹൈവേ 1. മുമ്പ് യുദ്ധത്തിൻ്റെ സമയത്ത് ഈ പാത കൈയടക്കാൻ പാകിസ്ഥാനെ ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. അത് നമ്മുടെ ഇന്ത്യൻ ആർമി ചെറുത്തു നിന്ന് തോൽപ്പിച്ചു. ഏത് സമയത്തും ഉരുണ്ട് വീഴാൻ തയ്യാറായിട്ടാണ് കല്ലുകൾ പാറപ്പുറത്ത് നിൽക്കുന്നത്. റോട്ടിൽ പല ഭാഗത്തും കല്ല് കാണാം, ഒക്കെ ഉരുണ്ട് വീണതാണ്. അപ്പോൾ റോട്ടിൽ മാത്രം കണ്ടുപോരാ, ഇടയ്ക്കൊന്ന് മേലേക്കും കണ്ടു വായിക്കണം. ഈ കല്ലൊക്കെ വീണതാണ്, ചെറിയ കല്ലാണത്. യാത്ര കാർഗിലെത്തുന്നതോടുകൂടി ഇന്നത്തെ കാഴ്ചകളുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. പുതുമയുള്ള വിശേഷങ്ങളുമായി അടുത്ത ബ്ലോഗിൽ കാണുന്നതാണ്.